ചാരമ്മൂട് കരിമുളക്കൽ ദേശസേവിനി ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനം നടത്തി. പ്രസിഡന്റ് അഡ്വ പി കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി അഡ്വ സണ്ണിക്കുട്ടി സ്വാഗതം ആശംസിച്ചു. എം എസ് അരുൺകുമാർ MLA സ്മരണിക പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തംഗം ബിരാജലക്ഷ്മി, VVHSS മാനേജർ പിരാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെരഗു പ്രസാദ്, വാർഡ് അംഗം ആശ രതീഷ്, PK സോമൻ നായർ, കെസോമൻ, വിബാബു, ക്യാപ്റ്റൻ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കായംകുളം KPSCയുടെ ഉമ്മാച്ചു എന്ന നാടകവും നടന്നു. പരിപാടിക്ക് വിവിധ ഭാരവാഹികൾ നേതൃത്വം നൽകി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അവരുടെ സാമൂഹികമായി അതുപോലെ തന്നെ സാംസ്കാരികമായി വളർത്തിയെടുക്കുവാൻ ഒരുപക്ഷെ അങ്ങുള്ള നിലവിലുള്ള കാര്യങ്ങൾ എന്താണ് അറിയുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ നാട്ടിൽ നടക്കുന്ന സംഭവവാസങ്ങൾ അത് അന്നുണ്ടായിരുന്ന റേഡിയോ അത് വളരെ പരിമിതമായ കേന്ദ്രങ്ങളിൽ മാത്രമാണ്. നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, റേഡിയോ സ്റ്റേഷനുകൾ ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പൊ താമരക്കുളത്ത് റേഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള റേഡിയോ പോലെ ഒരു പഞ്ചായത്ത് ഒരു ഭാഗത്ത് മാത്രമാണ്. അപ്പം പത്രങ്ങൾ വായിക്കുവാനോ വിവരങ്ങൾ അറിയുവാനോ അതുപോലെ തന്നെ റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ 1950 നമ്മുടെയൊക്കെ പിടിക്കുന്ന നടക്കുന്ന ഈ വലിയൊരു മുന്നേറ്റം ഞാൻ സ്വാഗതം ചെയ്യുക. അത്തരം അതായത് ഞാൻ പറഞ്ഞത് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ആരംഭത്തിൽ ഈ പുതിയ പ്രത്യേകമായ ഡിജിറ്റൽ യുഗത്തിലേക്ക് നാം മാറിയപ്പോൾ വായനയിൽ പെട്ടെന്ന് മാറുകയും നാം കൂടുതലും നമ്മുടെ കയ്യിലുള്ള മൊബൈലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ഒക്കെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നു. അതിനേക്കാൾ മെച്ചം വായനയാണ്, അതിനേക്കാൾ മെച്ചം പുസ്തകമാണ്. അതിൽ ലഭിക്കുന്ന മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായനയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക. പാർലമെന്റിൽ ചർച്ചകൾ പാർലമെന്റിലിപ്പോ മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അതിനുവേണ്ടി വിശാലമായ ചർച്ചകൾക്ക് വേണ്ടി സഭയിലേക്ക് പാർലമെന്റായിട്ട് നിയമസഭകളായിരുന്നു. അവിടെ നടക്കേണ്ട ചർച്ചകൾ കൃത്യമായി നടക്കുന്നില്ല. അവിടെ ഓരോ വിഷയം അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് പുസ്തക നിയമസഭ നമ്മുടെ MLA കേരള നിയമസഭ വർഷം തോറും പുസ്തകമേള ലിറ്ററേച്ചർ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നു. അതുപോലെ മാതൃഭൂമി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, മനോരമ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, മറ്റ് പത്രങ്ങളുടെ അവരുടെ പ്രത്യേകമായ പ്രസിദ്ധീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ പ്രവർത്തനങ്ങളിലും ഗ്രന്ഥശാലയോടൊപ്പം എല്ലാവരും ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നതിനുള്ള സന്തോഷം ഈ അവസരത്തിൽ അനുഭവിക്കുകയാണ്. ദീർഘമായ പ്രസംഗം ഈ അവസരത്തിൽ അനുചിതമായ കാര്യങ്ങൾ, അതുകൊണ്ട് അതിന് കാര്യങ്ങളിലേക്ക് കടന്നുണ്ട്. ജ്യോതിലക്ഷ്മിയെ കുറിച്ച് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞു. എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന പ്രിയപ്പെട്ട ജ്യോതിലക്ഷ്മി വർത്തമാനകാലത്ത് 75 വർഷങ്ങൾ പിന്നിട്ടിങ്ങനെ നിൽക്കുമ്പോൾ തൊഴിലാളികളുടെയും അതേപോലെ തന്നെ നാടിൻ്റെയും ഒക്കെ സഹകരണത്തിന്റെ ഭാഗമായി തുടങ്ങി അദ്ദേഹത്തെ ആദരിക്കുന്നു.
അടുത്ത ആഴ്ച ഈ പുരസ്കാരം